അങ്ങനെ നമ്മുടെ അലീനയും അപ്പച്ചനും വലിയ കൂട്ടായിട്ട് കഴിയിട്ടുണ്ട്. അലീനയുടെ മുഖം വാടിയാൽ നമ്മുടെ അപ്പച്ചൻ ഒട്ടും സഹിക്കണില്ല. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ മനു അലീനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന മനുവിനോട് പറയുന്നുണ്ട്, ഞാനും കേണലുമായിട്ട് ഇങ്ങനെ പോയാൽ വലിയ യുദ്ധം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മനു പറയുന്നുണ്ട്, നീ അയാളടുത്ത് യുദ്ധത്തിനൊക്കെ പോവാറായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മനുവേട്ട എൻ്റെ പപ്പയല്ലേ, എൻ്റെ പപ്പേനെ എങ്ങനെയെങ്കിലുമൊക്കെ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ മനു ചിരിച്ചിട്ട് ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും പിന്നെ നമ്മുടെ അലീന ഫോൺ കട്ടാക്കിയ ശേഷം നമ്മുടെ മനു വിചാരിക്കുന്നുണ്ട് കുളത്തൂർ പുഴ, എന്തായാലും എനിക്ക് അവളെ അവിടെ ഒന്ന് പോയി കാണണം എന്നൊക്കെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ബാലചന്ദ്രനും ബബിതയും കൃഷ്ണമോളും കൂടി പുറത്തൊക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഇന്നൊരു ദിവസം മാത്രമേ കണ്ടുള്ളൂ മക്കളെ കൊണ്ടുപോയിട്ടുള്ള സൽക്കാരം. നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ കൊണ്ടുപോയി സൽക്കരിച്ചാൽ നിങ്ങൾ ജയിച്ചു എന്നാ, പക്ഷെ നിങ്ങൾ തോൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ നിന്ന് നീ എന്നോ പോയി, ഞാൻ തോറ്റാ എന്താ ജയിച്ചാൽ എന്താ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മനസ്സിലില്ലേ ചോദിക്കുന്നുണ്ട്. ഇല്ല, എൻ്റെ മനസ്സിൽ നിന്ന് നീ എപ്പോഴോ ഇറങ്ങിപ്പോയി, ഇപ്പോൾ പിന്നെ ഞാൻ ആരാ ചോദിക്കുന്നുണ്ട് നമ്മുടെ വൈജ. ഇപ്പം നീ എവിടുന്നോ അലഞ്ഞ് തിരിഞ്ഞ് അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് കയറിയ ഒരു ആത്മാവ്, ഞാൻ ഇല്ലാത്ത സമയത്ത് കയറി വന്ന ആളാണെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വൈജയ്ക്കാണെങ്കിൽ ആകെ വിഷമമുണ്ട്. വൈജ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.